നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം പഠിപ്പിച്ച വിഷയങ്ങളെപ്പറ്റി എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇത് എൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി മാറിയിരിക്കുന്നു. എന്നെ തന്നെ അല്പം കൂടി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഇതെന്നെ നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ചിന്തകൾ ഞാൻ പങ്കുവെക്കാമെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചിന്തകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പാഠം ഇതാണ്: മറ്റുള്ളവരെ നമ്മൾ ചെറുതാക്കുമ്പോൾ നാം സ്വയം താഴുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഭൂരിഭാഗവും ആളുകളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീണുപോയിട്ടുള്ള ഒരു കെണിയാണിത്. ആദ്യമേ കൈ ഉയർത്തി സമ്മതിക്കട്ടെ, ആ പാതയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ആ നിമിഷങ്ങളെക്കുറിച്ച് എനിക്ക് ഒട്ടും അഭിമാനം തോന്നുന്നുമില്ല എന്നതും സമ്മതിക്കുന്നു. ദേഷ്യത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നതാകാം, മറ്റൊരാളുടെ അഭാവത്തിൽ നടത്തുന്ന അപവാദങ്ങളാകാം, അതുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ കമൻ്റ് ആകാം. ദേഷ്യം വരുമ്പോൾ നമ്മുടെ വാക്കുകൾ ശാന്തമായിരിക്കുമ്പോൾ ആലോചിച്ച് പറയുന്ന വാക്കുകളേക്കാൾ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യനെ കൂടുതൽ തുറന്നു കാട്ടും. മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്നതിൻ്റെ പിന്നിലെ സത്യം നാം ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ ആ വഴി തുടരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാഠം ഏറ്റവും പ്രധാനപ്പെട്ടതും തുറന്ന് ചിന്തിക്കേണ്ടത്. കുട്ടിക്കാലത്ത് പരസ്പരം കളിയാക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. ഇരട്ടപ്പേരുകൾ വിളിക്കും, കളിയാക്കും, കൊഞ്ഞനം കാട്ടും, വഴക്കിടും. അല്പസമയത്തിനകം വീണ്ടും കൂട്ടുകൂടും. കാരണം നമ്മുടെ മനസ്സും വ്യക്തിത്വവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. വലുതാകുമ്പോൾ ഈ രീതി മാറുമെന്നാണ് നമ്മൾ കരുതുന്നത്. പലരിലും പക്ഷേ അത് മാറുന്നില്ല. കളിക്കളം പിന്നീട് ഓഫീസായി, വീടായി, സോഷ്യൽ മീഡിയയായി മാറുന്നു. കുട്ടിക്കാലത്തെ അതേ സ്വഭാവം തുടരുന്നു, മുതിർന്നവരുടെ ഭാഷ സ്വീകരിക്കുന്നു എന്ന് മാത്രം. നമുക്ക് മുകളിലുള്ളവരോട് മര്യാദയോടെ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മുടെ ബോസ്, അധ്യാപകർ, പ്രായമുള്ളവർ, സമൂഹത്തിലെ പ്രമുഖർ, അവരെയൊക്കെ നമ്മൾ സാറെന്നോ മാഡമെന്നോ ഒക്കെ വിളിച്ച് സംസാരിക്കും. നമുക്ക് താഴെയുള്ളവരോടോ നമുക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ആളുകളോടോ ഉള്ള പെരുമാറ്റത്തിലാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം വ്യക്തമായി കാണപ്പെടുന്നത്. ഒരു ഹോട്ടലിലെ വെയിറ്ററോട്, ഒരു ഓട്ടോ ഡ്രൈവറോട്, ഒരു ഓഫീസ് അസിസ്റ്റൻറ്റിനോട്, വീട്ടുജോലിക്കാരനോട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരോടെങ്കിലും. നമുക്ക് താഴെയാണെന്ന് നാം കരുതുന്ന മനുഷ്യരാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ പരീക്ഷാ പേപ്പർ. അവിടെ മറ്റൊരാളെ ചെറുതാക്കുമ്പോൾ നമ്മൾ വലിയ ആളാണെന്ന് തോന്നലുണ്ടാവാം, പക്ഷേ നമ്മൾ സ്വയം ഒരിക്കലും വലിയവരാകുന്നില്ല. പകരം നമ്മുടെ ചെറിയ മനസ്സിനെ തുറന്നു കാട്ടുക മാത്രമാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ചുറ്റും നോക്കിയാൽ ഈ സ്വഭാവം എവിടെയും കാണാം. അപമാനിച്ച് നന്നാക്കാമെന്ന് കരുതി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മക്കളെ നാണം കെടുത്തുന്ന മാതാപിതാക്കൾ, ബന്ധുക്കളുടെ മുന്നിൽ ഭർത്താവിൻ്റെ വരുമാനത്തെയോ ശീലങ്ങളെയോ പരിഹസിക്കുന്ന ഭാര്യ, പൊതുസ്ഥലത്ത് ഭാര്യയോട് അവഹേളിച്ച് സംസാരിക്കുന്ന ഭർത്താവ്, കാര്യം നടത്താൻ മറ്റുള്ളവരെ ഭയപ്പെടുത്തണം എന്ന് കരുതുന്ന മാനേജരും മാഡവുമെല്ലാം. ഇന്നത്തെ കാലത്ത് മറ്റൊരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഇടം സോഷ്യൽ മീഡിയയാണ്. ഒരു ചിത്രമോ വീഡിയോയോ ഒരു ലേഖനമോ കണ്ടാൽ മതി, ഒരു പരിചയമില്ലാത്ത ആളുകൾ മിനിറ്റുകൾക്കുള്ളിൽ മറ്റൊരാളുടെ രൂപത്തെയും ബുദ്ധിയെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നു. തോന്നുന്നതൊക്കെ അങ്ങ് എഴുതും. മറ്റൊരാളുടെ മുഖം കാണാൻ സാധിക്കാതെ വരുമ്പോൾ ഓൺലൈനിൽ മനുഷ്യർ എത്ര മര്യാദയില്ലാത്തവരാകുമെന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നും. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ പറയുന്നത് ഓൺലൈൻ അപമാനവും സൈബർ ബുള്ളിങ്ങും പ്രത്യേകിച്ച് ഇളമനസ്സിൽ വർഷങ്ങളോളം മായാത്ത മുറിവുകൾ ഉണ്ടാക്കുമെന്നാണ്. 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമൻറ്റ് വർഷങ്ങളോളം ഒരാളുടെ ഹൃദയത്തിൽ കിടക്കാം. നമ്മളൊരു ക്രൂരമായ കമൻ്റ് ഇടുമ്പോൾ എല്ലാവരും ആ വ്യക്തിയെയാണ് വിലയിരുത്തുന്നതെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വായിക്കുന്നവർ നമ്മളെയാണ് വിലയിരുത്തുന്നത്, നമ്മുടെ സ്വഭാവത്തെയാണ് അളക്കുന്നത്. മറ്റൊരാളെ ചെറുതാക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ തന്നെ ചെറുതാകുകയാണ്. പക്വതയുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയും മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊരു മോശം ശീലം മാത്രമാണോ? അല്ല. പുച്ഛം, കൊച്ചാക്കൽ, കളിയാക്കൽ എല്ലാം ഉള്ളിലെ ഏതോ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെറുതാക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാമതായി, തങ്ങളുടെ അപകർഷതാബോധം മറച്ചു വെക്കാൻ. സ്വന്തം മൂല്യത്തിൽ സംശയമുള്ളയാൾ മറ്റൊരാളെ ചെറുതാക്കി സ്വയം വലിയവനാകാൻ ശ്രമിക്കുകയാണ്. ഒരു കസേരയിൽ കയറി നിന്ന് തനിക്ക് ഉയരം കൂടിയെന്ന് വിശ്വസിക്കുന്നത് പോലെയാണത്. നമ്മൾ വലുതാണെന്ന് നമ്മൾ തന്നെ ഭാവിച്ചാൽ നമ്മൾ ആരാണെന്നത് മാറുന്നില്ല. മാത്രമല്ല, ആ കസേരകളി ഉണ്ടല്ലോ, നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് കൂടുതൽ വ്യക്തമായി കാണിച്ചു കൊടുക്കും. രണ്ടാമതായി, അധികാരവും നിയന്ത്രണവും കാണിക്കാൻ.
മേലധികാരിയോട് വിനയത്തോടെ സംസാരിക്കുന്നയാൾ കീഴുദ്യോഗസ്ഥനോട് ദേഷ്യപ്പെടുന്നു. കാരണം അധികാര ശ്രേണിയിൽ ഒന്ന് അയാൾക്ക് മുകളിലും മറ്റേത് താഴെയുമാണെന്ന വ്യത്യാസം. മനുഷ്യന് സ്ഥാനവും അംഗീകാരവും ബഹുമാനവും പ്രത്യേക ആകർഷമുള്ളതാണ്. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രദർശിക്കപ്പെടുന്നത് കാണുന്നതുമാണ്. പണം, വീടുകൾ, കാറുകൾ, ആഭരണങ്ങൾ, കുടുംബ പാരമ്പര്യം, സമൂഹത്തിലെ സ്ഥാനം, പ്രസിഡന്റ്, ഡയറക്ടർ തുടങ്ങിയ പദവികൾ, ഏത് കോളേജിലാണ് പഠിച്ചത്, ബിരുദങ്ങൾ, ഡോക്ടർ, പ്രൊഫസർ, CEO എന്ന വിളിപ്പേരുകൾ. ഒരു കാര്യം തുറന്നു പറയട്ടെ, ചിലപ്പോഴൊക്കെ എനിക്കും രഹസ്യമായി തലക്കനം തോന്നിയ കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാൻ എന്ന വ്യക്തി ഇതൊന്നും അല്ല എന്ന് എന്നെ തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരും. ഇതിലൊന്നും തെറ്റില്ല. പ്രശ്നം തുടങ്ങുന്നത് ഇവയെല്ലാം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ ചെറുതായി കാണാൻ നമുക്ക് അവകാശമുണ്ടെന്ന് തോന്നുമ്പോഴാണ്. മൂന്നാമത്തേത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. സൗഖ്യമാകാത്ത മുറിവുകൾ. ചെറുപ്പം മുതൽ അലറിവിളി കേട്ട് വീടുകളിൽ വളർന്നവർ, അപമാനത്തെ അച്ചടക്കമെന്ന് പഠിപ്പിച്ച വീടുകൾ, ഭയത്തെ ബഹുമാനമെന്ന് തെറ്റിദ്ധരിച്ച കുടുംബങ്ങൾ, വർഷങ്ങളോളമുള്ള ദുരനുഭവങ്ങൾ, അതെല്ലാം അവരുടെ മനസ്സിനെ ഏൽപ്പിച്ച വേദനയും മുറിവും അവർ വളർന്നപ്പോൾ അതേ ഭാഷ, അതേ പെരുമാറ്റം അറിയാതെയെങ്കിലും മറ്റുള്ളവർക്ക് മുകളിൽ ഏൽപ്പിക്കുന്ന വേദനയായി മാറും. 1974 എൻ്റെ 1ാം വർഷ കോളേജ് ജീവിതം ഞാൻ ഓർക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ റാഗിങ് സാധാരണമായിരുന്നു അന്നൊക്കെ. ഞങ്ങൾ 1ാം വർഷക്കാർ സീനിയർമാരെ പേടിച്ചാണ് കഴിഞ്ഞത്. എന്നാൽ 2ാം വർഷമായപ്പോൾ പേടിച്ച് നടന്ന എൻ്റെ അതേ കൂട്ടുകാർ വലിയ റാഗിങ് വീരന്മാരായി മാറി. 1ാം വർഷക്കാരൻ എന്ന ലേബൽ മാറി 2ാം വർഷക്കാരനായി എന്ന് മാത്രം. 18ാം വയസ്സിൽ ജൂനിയർ കൂട്ടുകാരെ അപമാനിക്കുന്നത് ശക്തിയുടെയും മിടുക്കിൻ്റെയും അടയാളമാണെന്ന് അവർ കരുതി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശക്തിയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അത് അരക്ഷിതബോധമായിരുന്നു, നിയന്ത്രിക്കാനുള്ള ആഗ്രഹമായിരുന്നു, ഉണങ്ങാത്ത മാനസിക മുറിവിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു, സാഡിസ്റ്റിക് സ്വഭാവത്തിൻ്റെ പ്രകടനമായിരുന്നു. എന്നാൽ മാനസിക പക്വതയുള്ള വിദ്യാർത്ഥികൾ അതിന് പോയിരുന്നില്ല. അവർക്ക് സ്വയം തെളിയിക്കാൻ മറ്റൊരാളെ താഴ്ത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് റാഗിങ് നിയമവിരുദ്ധമാണ് എന്നത് നല്ല കാര്യമാണ്. പക്ഷെ റാഗിങ്ങിന് പിന്നിലുള്ള മനോഭാവം ഇന്ന് പല രൂപങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. ഹോസ്റ്റൽ മുറിയിലായാലും പൊതുസ്ഥലങ്ങളിലായാലും സോഷ്യൽ മീഡിയയിലായാലും മനഃശാസ്ത്രം ഒന്ന് തന്നെയാണ്. നമ്മൾ മറ്റൊരാളെ ചെറുതാക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ആദ്യം ചെറുതാകുന്നത് നമ്മളാണ്. മാത്രമല്ല മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ തുറന്നു പറയട്ടെ. ലൈല വളരെ ശാന്തമായ ഒരു കാര്യം മാറ്റി നിർത്തി എന്നോട് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ശബ്ദം ഉയർത്തുമ്പോഴും അത് തന്നെ എത്രമാത്രം വേദനിപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയുക എന്നായിരുന്നു. പക്ഷെ ലൈലയുടെ ആ സത്യസന്ധമായ വാക്കുകൾ എനിക്കൊരു കണ്ണാടിയായി. ഞാൻ നിലപാട് വ്യക്തമാക്കുകയായിരുന്നില്ല, ശരിയായ രീതിയിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയുമായിരുന്നില്ല. എൻ്റെ പക്വതയുമില്ലായ്മയാണ് ഞാൻ പരസ്യം ചെയ്തത്. ലൈലയുടെ ഓർമ്മപ്പെടുത്തൽ എനിക്ക് ആവശ്യമായിരുന്നു. അത് പറയാൻ ലൈലയ്ക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. കാരണം എന്നോടുള്ള സ്നേഹമുള്ളതുകൊണ്ടും ലൈലയ്ക്ക് തൻ്റേതായ വ്യക്തിത്വമുള്ളതുകൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലമതിക്കുന്നത് കൊണ്ടും എന്നോട് തുറന്നു പറയാൻ മടിച്ചില്ല. ഓർക്കുക, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കണ്ണാടികൾ. ഇതിനർത്ഥം നമ്മൾ സ്നേഹിക്കുന്നവരെ തിരുത്തരുതെന്നാണോ, കുട്ടികളെ ശിക്ഷിക്കരുതെന്നാണോ, ഫീഡ്ബാക്ക് കൊടുക്കരുതെന്നാണോ? അല്ല. പക്ഷെ സ്നേഹത്തോടെയുള്ള തിരുത്തലും പുച്ഛത്തോടെയുള്ള താഴ്ത്തലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തിരുത്തൽ ഒരാളെ വളർത്താൻ ശ്രമിക്കുന്നു, താഴ്ത്തൽ മറ്റൊരാളെ അപമാനിച്ച് സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്നു. പക്വതയുള്ള മനസ്സ് ആദ്യം നല്ല കാര്യങ്ങളെ അംഗീകരിക്കും. തിരുത്തലുകൾ സ്വകാര്യമായി തികഞ്ഞ സമചിത്തതയോടെ കൈകാര്യം ചെയ്യും. വ്യക്തിയെയല്ല, തെറ്റിനെയാണ് അവിടെ തിരുത്തുന്നത്. ഇനി മറ്റുള്ളവരുടെ ക്രൂരമായ വാക്കുകൾക്ക് നിങ്ങൾ ഇരയാകുന്നെങ്കിൽ അവരുടെ മോശം പെരുമാറ്റം അവരുടെ ഉള്ളിലെ രോഗത്തിൻ്റെ ലക്ഷണമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല അതിന് കാരണം. ഓർക്കുക, ആളുകളുടെ കളിയാക്കലിൽ, ചവിട്ടി താഴ്ത്തലിൽ അടിയറവ് വെക്കാനുള്ളതല്ല നിങ്ങളുടെ സമാധാനം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി അറിയുക. എല്ലാ ദിവസവും ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. വീട്ടിൽ, പൊതുസ്ഥലങ്ങളിൽ, ഓൺലൈൻ, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമ്മൾ സംസാരിക്കുന്ന ഓരോ ഇടത്തും നമ്മുടെ ബുദ്ധി അളക്കുന്നതല്ല ആ പരീക്ഷ, നമ്മുടെ സ്വഭാവത്തെയാണ് അളക്കുന്നത്. മറ്റുള്ള പരിഹസിക്കാനോ ചെറുതാക്കാനോ തോന്നുമ്പോൾ ആ പരീക്ഷാ പേപ്പർ എത്തിക്കഴിഞ്ഞു. ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ വാക്കുകൾ ഒരാളെ തകർക്കുന്ന ചുറ്റികയാക്കാതെ അവരെ ഉയർത്തുന്ന ഒരു ലിവർ ആക്കി മാറ്റാം. നമ്മൾ സ്വയം വലിയവരാകാൻ മറ്റുള്ളവരെ ചെറുതാക്കുമ്പോൾ
സാധിക്കുന്നത് നമ്മുടെ വികല മനസ്സ് വെളിപ്പെടുത്തുക മാത്രമാണ്. പക്വതയുള്ള മനസ്സുകൾ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസവും മൂല്യവും നൽകി ഉയർത്തുന്നു. ആ തിരഞ്ഞെടുപ്പ് ഓരോ ദിവസവും നമുക്കെടുക്കാവുന്നതാണ്.